സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച റിവിഷൻ്റെ ദിവസമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഇന്നേ വരെ ചെയ്തിരിക്കുന്ന ഏകദേശം 90ഓളം ചോദ്യങ്ങളുടെ റിവിഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റിൽ നിന്ന് റെയിൽവേ ബഡ്ജറ്റ് എന്ന രീതിയിൽ വേർതിരിച്ച കമ്മിറ്റി എക്വർത്ത് കമ്മിറ്റിയാണ്. എക്വർത്ത് കമ്മിറ്റിയാണത്. ശരിയാണ്. ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 110 ശരിയല്ലേ? തെറ്റാണ്. കാരണം ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് 112 ആർട്ടിക്കിളാണ്. മണി ബില്ലിൻ്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് ശുപാർശകൾ മുന്നോട്ട് വെക്കാൻ അധികാരമില്ല. ശുപാർശകൾ മുന്നോട്ട് വെക്കാം, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. അത് ലോക്സഭയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ശുപാർശകൾ മുന്നോട്ട് വെക്കാൻ അധികാരമില്ല എന്നതിനർത്ഥമില്ല. സംയുക്ത സമ്മേളനം കടമെടുത്തിരിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്നാണ്. ശരിയാണ്. ചോദ്യോത്തര വേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലാണ് ശൂന്യവേള. സത്യമല്ലേ? 0 അവർ എന്ന് പറയുന്നത് എന്താണ്? ചോദ്യോത്തര വേളക്കും അജണ്ടയ്ക്കും ഇടയിലാണ്. അതാണ് 0 അവർ അല്ലെങ്കിൽ ശൂന്യവേള. വിപ്പ് എന്ന തസ്തിക ഭരണഘടനയിലില്ല. റൂൾസ് ഓഫ് പ്രൊസീജിയറിലും വിപ്പ് എന്ന തസ്തികയില്ല. സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. ശരിയാണ്. പാർലമെൻറ്റിന് ഇലക്ട്രൽ അധികാരങ്ങളില്ല. ശരിയാണോ? അത് തെറ്റല്ലേ? കാരണം പാർലമെൻറ്റിന് ഇലക്ട്രൽ അധികാരങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് എന്ന രീതിയിൽ ഇലക്ട്രൽ കൊളീജിയം പ്രസിഡൻറ്റിനൊക്കെ ഉള്ളത്. അപ്പോൾ പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കൊളീജിയത്തിൽ പാർലമെൻറ്റിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഇലക്ട്രൽ അധികാരങ്ങളുണ്ട്. കണ്ടിൻജൻസി ഫണ്ട് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 266 എന്ന് പറയുന്നത് ആണോ? 267 മണി ബിൽ ലോക്സഭ പാസ്സാക്കിയതിനു ശേഷം രാജ്യസഭയുടെ അനുമതിക്കായി അയച്ച് 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ആ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയതായി കണക്കാക്കും. ശരിയാണ്. കാരണം മണി ബില്ല് 14 ദിവസം മാത്രമേ രാജ്യസഭയ്ക്ക് കൈവശം വെക്കാനുള്ള അധികാരമുള്ളൂ. ഇല്ലെങ്കിൽ 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോക്സഭയിൽ പാസ്സാക്കിയതുപോലെ തന്നെ രാജ്യസഭയിൽ പാസ്സാക്കിയെന്ന് കണക്കാക്കി ഇരു സഭകളും പാസ്സാക്കിയെന്ന് കണക്കാക്കി മുന്നോട്ട് പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. മണി ബില്ലിൻ്റെ കാര്യത്തിലാണ് കേട്ടോ 14 ദിവസം. ഇത് ആദ്യത്തെ ദിവസം ചെയ്ത 10 ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ രാജ്യസഭയിൽ നിന്നുള്ള മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ? എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ലോക്സഭയിൽ നിന്നുള്ള മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നതാണ് ശരി. ലോക്സഭയിൽ മാത്രമുള്ള മെമ്പേഴ്സാണ്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള കമ്മിറ്റിയാണ്. 30 മെമ്പേഴ്സ് ഉണ്ട്. 2 സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ പാർലമെൻറ്റിന് പൂർണ്ണ അധികാരമുണ്ട്. ഇതിനെയാണ് കൊളീജി എന്ന് പറയുന്നത്. അല്ല. എന്തുകൊണ്ടാണ് ഇതല്ല എന്ന് പറയാൻ കാരണം, സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പാർലമെൻറ്റിനല്ല. അതിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിൻ്റെ ട്രാൻസ്ഫറോ ഹൈക്കോടതി ജഡ്ജിൻ്റെ നിയമനമൊക്കെയായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ പറയുന്ന അവർ റെക്കമെൻഡ് ചെയ്യുന്ന ജഡ്ജസിനെ മാത്രമേ നമുക്ക് പാർലമെൻറ്റിന് അതായത് കൺസിഡർ ചെയ്യാൻ പറ്റൂ എന്നതാണ് സത്യം. അതാണ് കൊളീജി എന്ന് പറയുന്നത്. അല്ലാതെ പാർലമെൻറ്റിന് പൂർണ്ണ അധികാരമില്ല. 3 രാജ്യസഭാ ചെയർമാൻ രാജ്യസഭയിലെ മെമ്പറാണ്. ആണോ? രാജ്യസഭയിലെ മെമ്പറല്ല. ബിക്കോസ് ഓഫ് ഹീ ഈസ് എ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദി കൺട്രി, ഹീ ഈസ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ. അങ്ങനെയാണ് പറഞ്ഞത്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് തന്നെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ രാജ്യസഭയുടെ ചെയർമാൻ ആയിരിക്കുകയാണ്. അല്ലാതെ രാജ്യസഭയുടെ മെമ്പർ അതിൽ നിന്ന് എലക്ട് ചെയ്തിട്ട് രാജ്യസഭയുടെ ചെയർമാൻ ആയതല്ല. 6 പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്ക് അനുകൂലമായ തസ്തികകൾ സംവരണം ചെയ്യുമ്പോൾ UPSCയോട് കൂടെ ആലോചിച്ചാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. UPSCയോട് ആലോചിക്കേണ്ട കാര്യമുള്ള സംവരണത്തിൻ്റെ കാര്യത്തിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ അവസാനം ഇന്ന് പോസ്റ്റിന് ഇത്ര പേരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യണമെന്നല്ലാതെ UPSCയോട് കൂടി ആലോചിച്ചാണോ റിസർവേഷൻ ഉണ്ടാക്കുന്നത്? അല്ല. GST കൗൺസിൽ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആണോ? GST കൗൺസിലിൻ്റെ ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഗവർണർക്ക് ഓർഡിനൻസ് എനാക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇല്ലേ? 213 ആർട്ടിക്കിൾ ഗവർണറുടെ ഓർഡിനൻസുമായി ബന്ധപ്പെട്ടതല്ല. ഹൈക്കോടതി റിറ്റ് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയേക്കാൾ വലുതാണ്. അത് ശരിയാണ് കേട്ടോ. കാരണം ഹൈക്കോടതിൻ്റെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് മാത്രമാണ്, മൗലിക അവകാശങ്ങളുടെ എൻഫോഴ്സ്മെൻറ്റിനാണ്. നേരെ മറിച്ച് ഹൈക്കോടതി കുറേ കൂടെ വിപുലീകരിച്ചിട്ടുള്ള റിറ്റ് ജൂറിസ്ഡിക്ഷനാണ് ഹൈക്കോടതിക്കുള്ളത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയേക്കാൾ വലുതാണെന്ന് പറയുന്നത് ശരിയാണ്. 10 അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ട വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ് ആണ്. ഇത് ശരിയാണ്. അപ്പോൾ അടുത്ത സെറ്റ് നോക്കാം നമുക്ക്. റിവിഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത സെറ്റ് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യത്തേത് വിമോചന സമരത്തിന് കാരണമായ വിദ്യാഭ്യാസ ബില്ല്, ഭൂപരിഷ്കരണ ബില്ല് എന്നിവയാണ്. ഈ 2 ബില്ലാണ് വിമോചന സമരത്തിന് കേരളത്തിൽ കാരണമായത്. ശരിയല്ലേ? വിദ്യാഭ്യാസ ബില്ലും ഭൂപരിഷ്കരണ ബില്ലും. 2 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നേതൃത്വം നൽകിയത് ആനി ബസന്റാണ്. ശരിയാണ്. 1916 കോൺഗ്രസിന് ഉള്ളിൽ തന്നെ സ്വതന്ത്രമായി നിൽക്കാനാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP താല്പര്യപ്പെട്ടത്. അതും ശരിയാണ്. സുതാര്യ കേരളം പരിപാടി നടപ്പിലാക്കിയത് EK നായനാറാണ്. തെറ്റാണ്. ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിലെ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം ആണ് ചാലിയാർ പ്രക്ഷോഭം. ശരിയാണ്. നീലം കലാപം നടന്നത് ബീഹാറിലാണോ? ബംഗാളിലാണ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭുവായിരുന്നു. 1927 കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. പക്ഷേ 1928 ഇന്ത്യയിലെത്തിയത്.
8 കോൺഗ്രസിനെ കുറിച്ച് യാചക സ്ഥാപനം എന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദോ ഘോഷാണ്. ദ ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കോൺഗ്രസിനെ വിളിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അരബിന്ദോ ഘോഷാണ്. 1939 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസാണ്. വേദി ത്രിപുരിയാണ്. ത്രിപുരി 1939 കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസാണ്. വേദി ത്രിപുരിയാണെന്നാണ്. ശരിയാണ്. ത്രിപുരി എവിടെയാണ്? മധ്യപ്രദേശിലാണ്, അല്ലാതെ ത്രിപുരയല്ല, ത്രിപുരിയാണ്. ഖദർ എന്ന പദത്തിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഖദർ പാർട്ടി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടത് ശരിയാണ്, വിപ്ലവം എന്നാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റാണ് രാജ്മന്നാർ കമ്മിറ്റിയെ നിയമിച്ചത്. കമ്മിറ്റി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ടതാണ്. സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള, അതായത് കേന്ദ്രവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള റിലേഷൻസുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റാണ് രാജ്മന്നാർ കമ്മിറ്റി. ആണോ? തമിഴ്നാടാണ് രാജ്മന്നാർ കമ്മിറ്റിയെ നിയമിച്ചത്. കമ്മിറ്റിയുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള റിലേഷൻസ്, അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഈ പറഞ്ഞ രാജ്മന്നാർ കമ്മിറ്റി. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1 ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. ശരിയല്ലേ? ശരിയാണ്. AC/DC ആക്കുന്നത് റെക്ടിഫയർ സർക്യൂട്ടുകളാണ്. ശരിയാണോ? ശരിയാണ്. എറ്റേണൽ ഇന്ത്യ, മൈ ട്രൂത്ത് എന്നീ പുസ്തകങ്ങൾ എഴുതിയ ഇന്ദിരാഗാന്ധിയാണ്. ശരിയാണ്. ഈ പുസ്തകങ്ങൾ ഓർത്ത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. എറ്റേണൽ ഇന്ത്യ, മൈ ട്രൂത്ത് എന്നീ പുസ്തകങ്ങൾ എഴുതിയത് ഇന്ദിരാഗാന്ധിയാണ്. ആദ്യ T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ടീം ഇന്ത്യയാണ്. ശരിയാണ്, 2007. ആദ്യ വനിത അണ്ടർ 19 T20 ലോകകപ്പ് ക്രിക്കറ്റാണ് നേടുന്ന ടീം ഇന്ത്യയാണ്. അതും ശരിയാണ്. ടൈറ്റിൽ 42 എന്ന ഇമിഗ്രേഷൻ പോളിസി ഇന്ത്യയുടെ പോളിസിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ടൈറ്റിൽ 42 എന്ന് പറയുന്നത് USAയുടെ ഇമിഗ്രേഷൻ പോളിസിയാണ്, അമേരിക്കയുടെ ഇമിഗ്രേഷൻ പോളിസിയാണ്. കമൻസലിസം എന്ന് പറയുന്നത് ഒരു ജീവിക്ക് ഗുണകരമായി വരികയോ എന്നാൽ മറ്റൊരു ജീവിക്ക് ദോഷകരമായ അവസ്ഥയെ ഉണ്ടാക്കുകയാണ്. ഈ പറയുന്നൊരു അവസ്ഥയോ അല്ലെങ്കിൽ ഇൻ്ററാക്ഷനോ ആണ് എന്ത്? കമൻസലിസം. ശരിയാണോ? അത് തെറ്റാണ്. കാരണം ഒരാൾക്ക് ഇൻറ്ററാക്ട് ചെയ്യുന്ന 2 സ്പീഷീസിൽ ഒരു സ്പീഷീസിന് പോസിറ്റീവും മറ്റേതിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ലാത്ത റിലേഷൻഷിപ്പിനെയാണ് കമൻസലിസം എന്ന് പറയുന്നത്. സപ്രൂ കമ്മിറ്റി നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ശരിയാണ്. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1988 സെബി സ്ഥാപിക്കപ്പെടുമ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നില്ല. ആ സമയത്ത് സെബി ആക്ട് 1992 വന്നിരുന്നില്ല. അതായത് സെബി ആക്ട് വന്നിരുന്നില്ല, ഒരു നിയമം ഉണ്ടായിരുന്നില്ല. പക്ഷേ 4 വർഷങ്ങൾക്ക് ശേഷം 1992 സെബി ആക്ട് നിലവിൽ വന്നത്. അടുത്ത സെറ്റ് ചോദ്യങ്ങൾ. ബാങ്കിങ് റെഗുലേഷൻ നിയമം നിലവിൽ വന്നത് 1949 സെബി രൂപീകരിക്കാൻ കാരണമായത് ഈ നിയമമാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു സെബി ആക്ട് 1992 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ നിയമം നിലവിൽ വന്നത് 1949 ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ ഭാഗം സെബി ഇതുമായി ബന്ധപ്പെട്ടതല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊരു ബില്ലിൻ്റെയും കരട് രൂപം തയ്യാറാക്കുന്ന ബില്ല് അവതരിപ്പിക്കുന്ന മന്ത്രിയാണ്. ശരിയാണോ? അല്ല, ബില്ല് അവതരിപ്പിക്കുന്ന മന്ത്രിയല്ല. ഇത് ആരാണ്? ഇത് ആ മന്ത്രാലയമാണ് ചെയ്യുന്നത്. 3 മന്ത്രി അല്ലാത്ത അംഗം അവതരിപ്പിക്കുന്ന ബില്ലിന് ഗവൺമെൻറ് ബില്ലെന്ന് പറയും. തെറ്റാണ്. കാരണം മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രി അല്ലാത്ത മറ്റൊരു അംഗം അവതരിപ്പിക്കുന്ന ബില്ല് എന്താണ്? പ്രൈവറ്റ് ബില്ലാണ്. പ്രകാശം അന്തരീക്ഷ വായുവിൽ പൊടി പടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം, സ്കാറ്ററിങ്. ശരിയാണോ? ശരിയാണ്. വാതകത്തിൻ്റെ വ്യാപ്തം, ഊഷ്മാവ് എന്നിവയുടെ ബന്ധം പറയുന്ന നിയമമാണ് ചാൾസ് നിയമം. V = T എന്ന് കേട്ടിട്ടില്ലേ? അത് ശരിയാണ്, ചാൾസ് നിയമം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. ശരിയാണോ? ശരിയാണ്. LED എന്ന ലൈറ്റ് എഫക്റ്റഡ് ഡയോഡ് എന്നാണ് അർത്ഥം. തെറ്റല്ലേ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED പൂർണ്ണരൂപം എന്ന് പറയുന്നത്. 9 എല്ലുകളിൽ കാണുന്ന കാൽഷ്യം സംയുക്തമാണ്, കോമ്പൗണ്ടാണ് കാൽഷ്യം ക്ലോറൈഡ്. ശരിയാണോ? കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലേ? കാൽഷ്യം ക്ലോറൈഡ് അല്ലല്ലോ. തെറ്റാണ്. 9 ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയിനാണ്. ശരിയാണ്. ഗ്ലോനാസ് എന്നത് ഫ്രാൻസിൻ്റെ ഗതി നിർണ്ണയ ഉപകരണമാണ്. ശരിയാണോ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പൊസിഷനിങ് ആയിട്ടുള്ള ഉപകരണമാണ്, ഒരു സ്പേഷ്യൽ ഉപകരണമാണ് ഇത് എന്നാണ് പറഞ്ഞത്. ഗ്ലോനാസിൻ്റെ, ഫ്രാൻസിൻ്റെ ആണെന്ന് പറഞ്ഞത്. ഗ്ലോനാസ് റഷ്യയുടെയാണ്. റഷ്യ. അടുത്ത സെറ്റ് ഓഫ് ചോദ്യം. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് റിവൈസ് ചെയ്യാമെന്ന് മാത്രമാണ്. ഹു മൂവ്ഡ് മൈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന പുസ്തകം എഴുതിയത് D. സുബ്ബറാവു ആണ്. അദ്ദേഹം ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നോ എന്നതാണ് കൺഫ്യൂഷൻ. ഹു മൂവ്ഡ് മൈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ D. സുബ്ബറാവു ആണ്. അദ്ദേഹം മുൻ RBI ഗവർണറായിരുന്നു. അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. 2 ഒരു വസ്തുവിൻ്റെ സ്ഥാനവും സംവേഗവും, സ്ഥാനം എന്ന് പറഞ്ഞാൽ പൊസിഷൻ, സംവേഗം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, ഒരു പരിധിയിൽ കവിഞ്ഞ് കൃത്യതയോടെ വിവരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന തത്വം ചാൾസ് നിയമമാണ്. ചാൾസ് നിയമമാണോ? അല്ല. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടില്ലേ? ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതാണ് ഈ പറഞ്ഞ പൊസിഷനും അതുപോലെ തന്നെ മൊമെൻറ്റോ ഒരു പരിധിയിൽ കവിഞ്ഞൊരു വസ്തുവിൻ്റെ കൃത്യതയോടെ അളക്കാൻ പറ്റില്ല എന്ന് പറയുന്ന നിയമം.
പ്രാചീന കാലത്ത് പെരുന്തുറൈ എന്നറിയപ്പെടുന്നത് വൈക്കമാണ്. ശരിയാണ്, പെരുന്തുറൈ വൈക്കം. ഉൽക്കപതനത്തെ തുടർന്നുണ്ടായ ഏക തടാകമാണ് ലോണാർ തടാകം. സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്, മഹാരാഷ്ട്രയിലാണ്. പ്രീവിയസ് ചോദ്യമാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ഓൺലൈൻ ഗെയിമിംഗ് സ്ഥാപിതമാകുന്നത് ഷില്ലോങ്ങിലാണ്. ശരിയാണ്, സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ഓൺലൈൻ ഗെയിമിംഗ് ആണ്, ഓർത്ത് നോക്കണം, ഷില്ലോങ്. അഭിനവ് ഭാരത് സംഘടനയുടെ സ്ഥാപകൻ രാജ് ബിഹാരി ഘോഷാണ്. അഭിനവ് ഭാരത് വി ഡി സർവർക്കറാണ്. 7 സണ്ണി ഡേയ്സ് എന്ന ആത്മകഥ സുനിൽ ഗവാസ്കറുടെയാണ്. ആണോ? ശരിയാണ്, അത് എളുപ്പമാണ് ആലോചിച്ച് നോക്കാൻ. സണ്ണി, സുനിൽ. 8 സമ്പൂർണ്ണ സെൻസസ് ഇന്ത്യയിൽ നടക്കുമ്പോൾ വൈസ്രോയ് ആയിരുന്നു മായോ ആയിരുന്നു ലോർഡ് റിപ്പണാണ്. 9 ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് എന്ന മൂലകം മെർക്കുറിയാണ്. ക്വിക്ക് സിൽവർ എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ആണോ? ലിറ്റിൽ സിൽവർ എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എൽ പി ജിയിൽ കൂടുതലും അടങ്ങിയിരിക്കുന്ന വാതകം മീഥെയിനാണ്. എൽ പി ജിയിൽ ബ്യൂട്ടെയിനാണ് ആക്ച്വലി, മീഥെയിൻ അല്ല. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. 14ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദനാണ്. ദുഃഖം എന്ന വീടാണ് നോവൽ. ശരിയല്ലേ? ശരിയാണ്. ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങിയാണ്. അതും ശരിയാണ്. 13ാമത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹമായ കൃതി എന്ന് പറയുന്നത് അജയ്യതയുടെ അമരസംഗീതമാണ്. 13ാമത്തേതാണ് എം കെ സാനു. 4ാമത്തേത് സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. അതും ശരിയാണ്. തൃഷ്ണ എന്ന ഉപഗ്രഹം ഇന്ത്യയുടെ ഉപഗ്രഹമാണ്. ശരിയാണ്. 6ാമത്തെ ദേശീയ കയ്യെഴുത്ത് ദിനമായി ആചരിക്കുന്നത് ജനുവരി 23 അതും ശരിയാണ്. 7ാമത്തെ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആസ്ഥാനം ജനീവയാണ്. ജനീവയല്ല, ബെർലിനാണ്. ബെർലിൻ ഏതാ രാജ്യം? ജർമ്മനിയാണ് കേട്ടോ. 8 സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഹെൽപ്പ് ലൈൻ 1930 ശരിയാണ്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, സൈബർ ഫിനാൻഷ്യൽ ക്രൈംസ് ആണ് ഉദ്ദേശിക്കുന്നത്. 1930 ഹെൽപ്പ് ലൈൻ. 9 സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ ബയോ മൈനിങ് തുടക്കം കുറിച്ച കോർപ്പറേഷൻ കണ്ണൂരാണ്. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്, കാരണം കണ്ണൂർ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു മിനറലും ഇല്ല. മിനറൽസ് ഉള്ളത് എവിടെയാണ്? കൊല്ലത്താണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. സ്മാഷ് 2000+ എന്ന ആൻറ്റി ഡ്രോൺ സംവിധാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം അമേരിക്കയാണ്. സ്മാഷ് 2000+ ഇസ്രായേലിൻ്റെയാണ്. അടുത്ത സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നോക്കാം. കൊളംബിയയിലെ ആദ്യ ഇടതുപക്ഷ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആണ്. ശരിയാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ നേടിയ മെഡലുകൾ ആകെ 61. ശരിയാണ്. 14ാമത്തെ ചെസ് ഒളിമ്പ്യാഡ് ഉദ്ഘാടനം നടത്തിയ പ്രധാനമന്ത്രി മോദിജിയാണ്. എവിടെയായിരുന്നു? ചെന്നൈയിലായിരുന്നു. 44th ചെസ് ഒളിമ്പ്യാഡ്. ഓക്കെ. റംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡ്സ്. ശരിയാണ്. 1971 ഈ പറഞ്ഞ റംസാർ ഉടമ്പടി നടന്നത്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന പ്രസിദ്ധീകരണം വേൾഡ് ബാങ്കിൻ്റെയാണ്. അല്ല, വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേൾഡ് ബാങ്ക് ആണെന്ന് തോന്നരുത്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് IMFൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. പിന്നെ ആദിത്യ L1 എന്നത് ഇന്ത്യയുടെ ചന്ദ്രനിലേക്കുള്ള മിഷനാണ്. ആണോ? സൂര്യനിലേക്കുള്ള മിഷനാണ്, സൺ. 2 അമേരിക്കയെ ആസ്ഥാനമാക്കിയുള്ള ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഷെയർ ക്രമക്കേടുകളുണ്ട് എന്ന് ആരോപിച്ചത്. ശരിയാണ്. ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട്. മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിച്ച സംസ്ഥാനം ബീഹാറാണ്. തെറ്റാണ്, പഞ്ചാബാണ്. മൊഹല്ല ക്ലിനിക്കുകൾ പഞ്ചാബ്. 4 തുറമുഖ നഗരമായ ഒഡേസ പോർട്ട് ഇസ്രായേലിലാണ്, ഉക്രൈനിലാണ്. യുനെസ്കോൻ്റെ എൻഡേഞ്ചേർഡ് സൈറ്റ് എന്ന രീതിയിൽ ഇതിനിടയ്ക്ക് ന്യൂസിലുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മോണ്യുമെൻറ്റ് മിത്ര എന്ന പദ്ധതി ഇപ്പോൾ ടൂറിസം മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ടൂറിസം മന്ത്രാലയത്തിൻ്റെ കീഴിലല്ല, ടൂറിസം മിനിസ്ട്രിയുടെ കീഴിലല്ല, പണ്ടായിരുന്നു. ഇപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആക്കി മാറ്റി. ലാസ്റ്റ് സെറ്റാണ്. മമ്മൂട്ടിയാണ് മൃതസഞ്ജീവനി എന്ന പദ്ധതിയുടെ അംബാസഡർ. ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്ന സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി. ശരിയാണ്. കർഷകർക്ക് പ്രതിവർഷം 5000 രൂപ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ആണോ? അല്ല, 6000 രൂപയാണ്. സാർവിക ദാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് AB ഗ്രൂപ്പിനെയാണ്. AB ഗ്രൂപ്പാണോ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്? അല്ല, O ആണ് യൂണിവേഴ്സൽ ഡോണർ. AB യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. 5 വാസോപ്രസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതലമസ് ആണ്. ശരിയാണ്. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. അതും ശരിയാണ്. അന്താരാഷ്ട്ര ഭൗമദിനം ഏപ്രിൽ 22 ശരിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. യൂറോപ്പിൽ പ്രചാരത്തിലുള്ള ഓപ്പറ എന്ന കലാരൂപത്തിനോട് സാദൃശ്യമുള്ളതാണ് മുടിയേറ്റ്. ഇത് തെറ്റാണ്. ഇത് മുടിയേറ്റാണോ? ചവിട്ട് നാടകമല്ലേ? ഇത് ചവിട്ട് നാടകമാണ്.
1956 ഓഗസ്റ്റ് 15 കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. ശരിയാണ്. 10 എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആദ്യ ചെറു നോവലാണ് നാടൻ പ്രേമം. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് നമ്മുടെ റിവിഷനാണ്. ഓൾമോസ്റ്റ് ഒരു 60 ചോദ്യത്തിന് മുകളിൽ 60 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ പറഞ്ഞ കഴിഞ്ഞ 9 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യപരിപാടിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡെയിലി ടെസ്റ്റ് 10 വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യാനും ഈ പറഞ്ഞ പുതിയ പാറ്റേൺ ഫെമിലറൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ 60ഓളം ചോദ്യങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, പക്ഷേ ഇത് വീണ്ടും ഒന്നുകൂടെ ഒരു സ്ട്രെച്ചിലെല്ലാം കൂടി വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.